ഹലോ നമസ്കാരം. ALG ഗാർഡനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഈ ഒരു തക്കാളിയുടെ വെറൈറ്റിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ടൈനി ടിം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ എത്രമാത്രം കായകളാണ് ഒരു ചെടിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നതെന്ന്. ഈ ഒരു തക്കാളിയുടെ വെറൈറ്റിയുടെ വിത്തുകൾ ഞാൻ പാകുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. എൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയി വീഡിയോസ് റിക്വയർ ചെയ്യാൻ കൊടുത്തിരുന്നു, പക്ഷേ വീഡിയോസ് ഒന്നും റിക്കവർ ആയി കിട്ടിയില്ല കേട്ടോ. അങ്ങനെ മിസ്സായി പോയതാണ്. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സീഡ് പാക്കറ്റ്. ഇതിൻ്റെ സീഡ്സ് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. വിത്തുകൾ പാകുന്ന വീഡിയോ മിസ്സായി പോയെങ്കിലും ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിത്തുകൾ പാകി 17 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴുള്ള അപ്ഡേറ്റ് ആണിത്. 17ാം ദിവസം തന്നെയാണ് ഞാൻ തൈകൾ മാറ്റി നടുന്നത്. ഒരു 12x12 സൈസ് വരുന്ന ഗ്രോ ബാഗിലേക്കാണ് ഞാൻ ചെടികൾ മാറ്റി നട്ടത്. ഒരു ഗ്രോ ബാഗിൽ 2 ചെടി മാറ്റി നട്ടു കേട്ടോ. ഈ ഒരു ദിവസം ഒരുപാട് തൈകൾ മാറ്റി നടാനുണ്ടായിരുന്നു, അതുകൊണ്ട് നട്ട് വന്നപ്പോൾ രാത്രിയായിട്ടോ. ഈ തൈകൾ മാറ്റി നടുവാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സിൽ മണ്ണും ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും പെർലൈറ്റും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡോളമൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോട്ടിംഗ് മിക്സിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. തൈകൾ മാറ്റി നട്ടതിന് ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വിത്തുകൾ പാകി 37 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴുള്ള അപ്ഡേറ്റ് ആണിത്. നിങ്ങൾക്കിതിൽ കാണാം മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ, അതായത് പൂ ഉണ്ടായി തുടങ്ങുന്ന സ്റ്റേജിൽ നമ്മൾ ഗ്രോ ബാഗൊക്കെ നന്നായിട്ടൊന്ന് നോക്കണം. അതിൽ വല്ല കളകളൊക്കെ ഇതുപോലെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയണം. നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ ഇവർ വലിച്ചെടുത്ത് അങ്ങനെ നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ കളകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പറിച്ചു കളഞ്ഞേക്കുക. ചെടികൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം 1 മാസം നമ്മൾ യാതൊരുവിധ വളങ്ങളും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിയുമ്പോൾ തുടങ്ങി നമുക്കിതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സോ സോളിഡ് ഫെർട്ടിലൈസേഴ്സോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ചെടികൾക്ക് ഓരോ ഗ്രോത്ത് സ്റ്റേജസിലും എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. ഞാൻ ഈ ഒരു തക്കാളിയുടെ വെറൈറ്റി മാത്രമല്ല കേട്ടോ, 15 വെറൈറ്റി തക്കാളിയാണ് ഈ ഒരു സീസണിൽ നട്ടത്. ആ എല്ലാ വെറൈറ്റീസിന്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. വിത്തുകൾ പാകി 44 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴുള്ള അപ്ഡേറ്റ് ആണിത്. ആദ്യത്തെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഗാർഡനിൽ നാച്ചുറൽ പോളിനേറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ തക്കാളി ചെടികളിൽ സക്കേഴ്സ് അഥവാ സൈഡ് ഷൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളഞ്ഞേക്കുക. നിലത്തു നിന്ന് 1 അടി പൊക്കം വരെ ഞാൻ തക്കാളി ചെടികളിൽ ഒരു സൈഡ് ഷൂട്ട്സും നിർത്താറില്ല കേട്ടോ. എല്ലാം ഇതുപോലെ പറിച്ചു കളയാറുണ്ട്. അതുപോലെ താഴെ ഭാഗത്തുള്ള ഇലകളും ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. താഴെ ഭാഗത്തുള്ള ഇലകളാണല്ലോ മണ്ണുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരാൻ സാധ്യതയുള്ളത്. മണ്ണുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വന്നാൽ ഫംഗൽ ബോൺ ഡിസീസസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. തക്കാളി ചെടികളെ ബാധിക്കുന്ന എന്തൊക്കെയാണ് ഡിസീസസ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. തക്കാളി ചെടികളുടെ ഇലകൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയില്ലേ, അത് നമ്മുടെ ഗാർഡനിൽ എങ്ങും ഇടരുത് കേട്ടോ. കമ്പോസ്റ്റിലും ഇടരുത്. എന്താന്ന് വെച്ചാൽ ഇതിൽ വൈറസസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് കമ്പോസ്റ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കമ്പോസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ വൈറസ് അടുത്ത ക്രോപ്പിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കമ്പോസ്റ്റ് ഇടരുത്. ചെടിയുടെ കടയ്ക്കോ അങ്ങനെ ഒന്നും ഇടരുത് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ ആദ്യമായിട്ടുണ്ടായ കുഞ്ഞു തക്കാളി. നമ്മൾ എത്ര പ്രാവശ്യം ഈ വെജിറ്റബിൾസ് ഒക്കെ വളർത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു ഫ്രൂട്ട് ഉണ്ടായി കാണുമ്പോൾ ഉള്ള സന്തോഷം അത് സ്പെഷ്യൽ ആണല്ലേ. വിത്തുകൾ പാകി 59 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ള അപ്ഡേറ്റ് ആണിത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് കായകൾ ഉണ്ടായിട്ടുണ്ടല്ലേ. അതാണ് ഈ വെറൈറ്റിയുടെ സ്പെഷ്യാലിറ്റി. ഒരുപാട് പൂക്കളും ഒരുപാട് കായകളും ഉണ്ടാകും. വിത്തുകൾ പാകി 73 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ള അപ്ഡേറ്റ് ആണിത്. അന്ന് രാവിലെ മഴ പെയ്തിരുന്നു കേട്ടോ. അപ്പൊ മഴയത്ത് കുളിച്ച് നിൽക്കുന്ന തക്കാളിക്കുട്ടന്മാരാണത്. നല്ല ഭംഗിയില്ലേ കാണാൻ. എത്ര കായകളാണ് ഉണ്ടായിരിക്കുന്നത് നോക്കിയേ. 79ാം ദിവസമാണ് കേട്ടോ ആദ്യത്തെ തക്കാളി ഞാൻ വിളവെടുത്തത്. ഇത് ഇത്തിരി കുഞ്ഞനായിരുന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ സാധാ തക്കാളിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അധികം പൊക്കം വെക്കാതെ ഒരുപാട് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ഒരുപാട് പൂക്കളും കായകളും ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. കായ ഇത്തിരി ചെറുതാണെന്നേ ഉള്ളൂ, പക്ഷെ ഇതുപോലെ ഒരുപാട് കായകൾ ഉണ്ടായി കിട്ടും കേട്ടോ. 83 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ള അപ്ഡേറ്റ് ആണിത്. കുറച്ച് കായകളൊക്കെ പഴുത്തിട്ടുണ്ട്. പഴുത്ത കായകളൊക്കെ ഞാൻ പറിച്ചു. 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ നല്ല പഴുത്തതായിട്ടുള്ളത്. ബാക്കിയൊക്കെ അവിടെ തന്നെ നിർത്തി നന്നായിട്ട് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 30-ാം തീയതിയാണ് കേട്ടോ ഞാൻ വിത്തുകൾ പാകിയത്. ആദ്യത്തെ വിളവ് എനിക്ക് കിട്ടിയത് ഡിസംബർ 19-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ഓരോ 5-6 ദിവസങ്ങൾ ഇടവിട്ട് എനിക്ക് തക്കാളികൾ കിട്ടിക്കൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ
15 വെറൈറ്റി തക്കാളിയാണ് കഴിഞ്ഞ സീസണിൽ ഞാൻ വളർത്തി നോക്കിയതെന്ന്. അതിൽ ഇതൊരു നല്ല വെറൈറ്റി തന്നെയാണ് കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് ഗാർഡനിൽ വളർത്താം. ചെറിയ കണ്ടെയ്നേഴ്സിൽ പോലും നല്ല വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ടൈനി ടിം എന്ന് പറയുന്ന വെറൈറ്റി ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ് കേട്ടോ. ഒട്ടും പൊക്ക വെക്കാതെ ഒരുപാട് കായ്കൾ ഉണ്ടായി കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അത് പണ്ട് ഞാൻ വളർത്തിയിരുന്നു കേട്ടോ. ഒരു 7-8 വർഷം മുൻപ് ഞാൻ വളർത്തി നോക്കിയിട്ടുള്ളതാണ്. ആ ഒരു വെറൈറ്റി ആണെന്ന് കരുതിയാണ് ഞാൻ അത് വാങ്ങിച്ചത്. പക്ഷേ ഉണ്ടായി കിട്ടിയപ്പോൾ ഇതുപോലത്തെ തക്കാളിയാണ് ഉണ്ടായത്. എന്നാലും ഒരുപാടെണ്ണം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ പകൽ സമയത്ത് നല്ല ചൂടും രാത്രി സമയത്ത് നല്ല തണുപ്പുമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഇതുപോലെ തക്കാളികളൊക്കെ വിണ്ട് കീറിപ്പോയിരുന്നു കേട്ടോ. ആകെ 2 ചെടിയെ നട്ടുള്ളായിരുന്നെങ്കിലും ഒരുപാട് കായകൾ ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ. ഇതിലും കണ്ടില്ലേ ചില തക്കാളികളൊക്കെ വിണ്ട് കീറിപ്പോയിട്ടുണ്ട്. സീസൺ മുഴുവൻ ഇതുപോലെ തക്കാളികൾ കിട്ടുവാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ കമ്പോസ്റ്റ് ചെയ്യും. 20 ദിവസം കൂടുമ്പോൾ വെർമി കമ്പോസ്റ്റും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കുമാണ് ഇട്ട് കൊടുത്തത്. ഈ കുറച്ച് തക്കാളികൾ വിളവെടുത്തതിന് ശേഷം ഞാൻ ചെടിയൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് അതിൽ പുതിയ കായകളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറെ കാലം ഈ തക്കാളി ചെടി നമുക്ക് തക്കാളി തന്നുകൊണ്ടേയിരിക്കും. തക്കാളി ചെടികളെ എന്തൊക്കെ കീടങ്ങളാണ് ആക്രമിക്കുന്നത്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, തക്കാളി ചെടികളുടെ ഓരോ ഗ്രോത്ത് സ്റ്റേജസിലും എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് നടത്തേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. കൂടാതെ വീഡിയോയുടെ ലാസ്റ്റ് തക്കാളിക്ക് വേണ്ടി മാത്രം ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു പ്ലേലിസ്റ്റിന്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ തക്കാളിയുടെ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തണേ. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 15 വെറൈറ്റി തക്കാളി ഞാൻ ഈ സീസണിൽ വളർത്തിയെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഓരോന്നിന്റെയും വീഡിയോ ഞാൻ പുറകെ ഇടാട്ടോ. പിന്നെ കീടങ്ങളുടെയും വളങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാഞ്ഞത് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. കൂടാതെ ഞാനിത് ഓൾറെഡി പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.